ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് തക്കാളി ഉള്ളി ഒന്നും ഇല്ലാണ്ട് മീൻ കറി വെച്ചാലോ? എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നമ്മളിതാ 3 അരിയാണ് എടുത്തേക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കട്ടെ. നമ്മൾ തലക്കറിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിലേൻ്റെ തലയൊക്കെ വെച്ചാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മത്തീൻ്റെ തല നമ്മളങ്ങനെ കൂട്ടാറില്ല, എല്ലാവരും ഒഴിവാക്കാറാണല്ലേ പതിവ്. മത്തീൻ്റെ തലയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഈ തൈറോയ്ഡ് പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ മത്തീൻ്റെ തല കഴിക്കുന്നത്. അങ്ങനെ ഇതാ മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പും കൂടി ഇടണം കേട്ടോ. അങ്ങനെ ലേശം പുളി വെള്ളം ഇതാ പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കൈ ഇട്ടാത്തതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അരിച്ചൊഴിക്കുന്നതാണ് കേട്ടോ. ഇത് മാത്രം മതിയേ. നമുക്ക് ആവശ്യത്തിന് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള വെറുതെ മീൻ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. നല്ല ടേസ്റ്റാണ്. ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കണമെങ്കിൽ പിന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചാറൊന്നും ഉണ്ടാവില്ല. മീൻ പൊരിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് ഇത് വറ്റിച്ച് കഴിക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നന്നായി മിക്സാക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്. തക്കാളിയോ ഉള്ളിയോ അങ്ങനെ ഒന്നും വേണ്ട. ലേശം വെള്ളം മതിയേ. നമുക്ക് ആവശ്യാനുസരണം വെള്ളം വെച്ച് കൊടുത്ത് മീൻ വേകാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ലേശം കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ മീൻ ലേശം എണ്ണയും കൂടി ഇട്ടിച്ചെടുക്കണം കേട്ടോ. ലേശം വെളിച്ചെണ്ണയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ അല്ല ഒറ്റിച്ച് ഓയിലാണ് കേട്ടോ ഒറ്റിച്ച്. ഇങ്ങനെ രണ്ടും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ട്. അന്നേരം മുള്ളൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുള്ളനല്ല, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് ദൂരെ നിൽക്കണം. ഈ കറി കണ്ട് കേട്ടോ. ഈ വറ്റിച്ച മീൻ കഴിച്ചാൽ അടിപൊളി. നന്നായി തീ കൂട്ടിയൊന്നും വെക്കരുത്. ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. മീനൊക്കെ നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ മതി. നമുക്ക് ചാറൊന്നും വേണ്ട. ഒരു മീനുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ. അടുത്തൊരു വീഡിയോ വരാം. ടേക്ക് കെയർ.